അതെ, ഇന്ന് നമ്മൾ കുറച്ച് നല്ല കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൂടെ തന്നെ തംബ്നെയിലിൽ കണ്ടതുപോലെ എത്ര പഴക്കമുള്ള മഷിക്കറയാണെങ്കിലും അതിന് കളർ ഡ്രസ്സിലായാലും വൈറ്റിലായാലും നിമിഷ നേരം കൊണ്ട് ഉരച്ച് കഴുകാണ്ട് സോപ്പ് ഉപയോഗിക്കാണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. ആദ്യത്തെ ടിപ്പ്, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി തോല് കളഞ്ഞെടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ, അതായത് ചിലപ്പം അച്ചാർ റെഡിയാക്കാനോ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ആദ്യം നമ്മൾ വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ ഒന്ന് അല്ലികൾ വിടർത്തിയിട്ടതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് 1-2 തുള്ളി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന വെളുത്തുള്ളി എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ഇതിൽ ഒട്ടും തന്നെ വെള്ളനനവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. അതുപോലെ തന്നെ എത്ര കിലോ വെളുത്തുള്ളിയും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഒരു ദിവസം മൊത്തം വെയിലത്ത് വെച്ച് എടുത്ത വെളുത്തുള്ളിയാണ്. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുത്താൽ തന്നെ ഇതിൻ്റെ തോല് പോയി കിട്ടും. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ കത്തിയൊന്നും ഉപയോഗിക്കാതാണ് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട വെളുത്തുള്ളിയുടെ തോലൊക്കെ പോയി കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വെളുത്തുള്ളി അച്ചാറിടുന്ന സമയത്തും അതുപോലെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്തും ഇതുപോലെയാണ് കേട്ടോ വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കുന്നത്. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയുടെ തോലെല്ലാം കളഞ്ഞ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. നമ്മുടെ കയ്യിൽ എത്ര മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിലും ചില സമയത്ത് നോക്കുമ്പം കാണാറില്ലല്ലേ. പ്രത്യേകിച്ച് നമുക്ക് കിച്ചണിൽ ഒരു റെസിപ്പിയൊക്കെ യൂട്യൂബ് നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ് കയ്യിലില്ലെങ്കിലും ഇതുപോലൊരു പേപ്പർ ഗ്ലാസ് വെച്ച് അടിപൊളി ഒരു സ്റ്റാൻഡ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു ഉപയോഗിച്ച പേപ്പർ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പക്ഷേ വെള്ളം നനവൊന്നുമില്ല, നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ്. ഇനി 2 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ മുറിച്ച ആ 2 സൈഡും ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത പേപ്പർ ഗ്ലാസിൻ്റെ 2 ഭാഗത്തും ചെറുതായിട്ട് മൊബൈൽ വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു സൈഡിൽ കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വേണം അടുത്ത ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പറായിട്ട് മൊബൈൽ ഇതിന് മുകളിൽ വെച്ചിട്ട് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് മൊബൈൽ സ്റ്റാൻഡ് കാണുന്നില്ല, നമുക്ക് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനായിട്ട് മറക്കരുതേ. കുട്ടികൾക്കൊക്കെ ഇപ്പം നിറയെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം മൊബൈൽ സ്റ്റാൻഡിന് പകരമായിട്ട് നമുക്ക് ടെമ്പററി ആയിട്ട് ഇതുപോലൊരു മൊബൈൽ സ്റ്റാൻഡ് അവർക്ക് റെഡിയാക്കി കൊടുക്കാം. കിച്ചണിലെ ഏറ്റവും വലിയൊരു തലവേദനയാണ് സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ച് കുക്ക് ചെയ്താലും എന്തെങ്കിലുമൊക്കെ സ്റ്റൗവിന് മുകളിൽ വീണിട്ട് ഇതുപോലെയുള്ള പാടുകളൊക്കെ വരാറുണ്ടല്ലേ. ചിലപ്പം കരിഞ്ഞൊക്കെ പിടിച്ചിരിക്കാറുണ്ട്. ഇനി എത്ര പഴക്കമുള്ള കട്ടിയുള്ള കറയാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് സോപ്പോ വെള്ളമോ ഒന്നും ഉപയോഗിക്കാതെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. പിന്നെ ഒരു കോട്ടൺ തുണിയും വേണം. കോട്ടൺ തുണിയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് കറയുള്ള ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഗ്ലാസിൻ്റെയൊക്കെ സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പോറലൊന്നും വരത്തില്ല കേട്ടോ. നല്ല കണ്ണാടി പോലെ തിളക്കത്തോടെ കിട്ടും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും കേട്ടോ. ഇതേ നോക്കി എത്ര ഈസി ആയിട്ടാണ് നമ്മൾ വെള്ളമോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ ക്ലീൻ ചെയ്തെടുത്തതെന്നുള്ളത്. സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു കറയും പാടും ഒക്കെ നമ്മൾ വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞാലും ഇതിലുണ്ടാവും. അതേസമയം നമ്മൾ വിനാഗിരി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കണ്ണാടി പോലെ നമ്മൾ പുതുതായി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന അതേ ഒരു തിളക്കത്തോടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ എത്ര സ്റ്റൈലായിട്ടാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം. ചില സമയത്ത് നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊന്നും വെന്ത് കിട്ടാറില്ല അല്ലേ. ഇനി നമ്മൾ മുറിച്ചിടുവാണെങ്കിൽ വെള്ളം കയറിയിട്ട് പിന്നെ നമ്മൾ അതുപയോഗിച്ച് കറി വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഉരുളൻകിഴങ്ങ് കുക്കറിലൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ 2-3 വര ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഗ്യാസ് ലാഭമായിരിക്കും. അതുപോലെ തന്നെ തണുത്തതിന് ശേഷം ഇത് തോല് കളഞ്ഞെടുക്കാനും എളുപ്പമാണ് കേട്ടോ.
ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ നമ്മൾ കടയിൽ നിന്ന് അച്ചാറോ അല്ലെങ്കിൽ ന്യൂട്രല്ലയോ ജാമോ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടാറുണ്ടല്ലേ. അതിൻ്റെ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് അടുത്തത്. ഗ്ലാസിൻ്റെ ബോട്ടിൽ മാത്രമേ ഈ ഒരു ടിപ്പ് ചെയ്യാവൂ കേട്ടോ. നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളം ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്ത് നോക്കൂ. പശ ഉൾപ്പെടെ നല്ല പോലെ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് ആ സ്റ്റിക്കർ റിമൂവ് ആയിട്ട് കിട്ടുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ അച്ചാറിൻ്റെയൊക്കെ ബോട്ടിലാണെങ്കിൽ ഈ ഒരു ചൂട് വെള്ളത്തിനൊപ്പം കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് പിന്നെ ആ ഒരു ബോട്ടിലിനുള്ളിൽ ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഈ ഒരു ടിപ്പ് ചെയ്യരുത് കേട്ടോ. അടുത്തത് നമ്മൾ തംബ്നെയിലിൽ കണ്ട മെയിൻ ടിപ്പാണ്. എത്ര പഴക്കമുള്ള മഷിക്കറയായാലും അതിന് കളർ ഡ്രസ്സിലായാലും വൈറ്റിലായാലും നിമിഷ നേരം കൊണ്ട് സോപ്പോ അല്ലെങ്കിൽ ഉരച്ച് കഴുകിയോ ഒന്നും ചെയ്യാതെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല കട്ടിക്ക് പിടിച്ചിരിക്കുന്ന മഷിക്കറയാണ്. അതിൽ ഞാൻ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ബോഡി സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ബോഡി സ്പ്രേ ഇതിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ മഷി നല്ലതുപോലെ സ്പ്രെഡാവും. ഉണങ്ങിയ മഷിയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ കുതിർന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടും. ഇതിപ്പം ഒരാഴ്ചയോളം പഴക്കമുള്ള മഷിക്കറയാണ് കേട്ടോ. ഇതെൻ്റെ മോളുടെ ബെന്നിലിൽ പറ്റി പിടിച്ചിട്ടുള്ള മഷിക്കറയാണ്. ഇനി നമുക്ക് വേണ്ടത് പാരസെറ്റമോളാണ്. ഡേറ്റ് കഴിഞ്ഞതായാലും മതി. അത് 1 or 2 എടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പാരസെറ്റമോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് മഷിക്കറ കളയാനായിട്ട് പോകുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷി എവിടെയാണ് പറ്റിപ്പിടിച്ചതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നല്ലതുപോലെ പൊടിച്ചു കൊണ്ടുവന്ന പാരസെറ്റമോൾ നമ്മൾ ആ കറയുള്ള ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇതുപോലെ ചെയ്യുമ്പം മഷിക്കറയൊക്കെ ആ ഒരു പാരസെറ്റമോളിൽ അബ്സോർബ് ആയിക്കോളും. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒത്തിരി പഴക്കമുള്ള കട്ടിയുള്ള കറയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് 2 or 3 പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിശേഷമായിട്ട് കളറൊന്നും ചേഞ്ച് ആവാതെ തന്നെ നമ്മുടെ മഷിക്കറ പോയി കിട്ടും. ഇതുപോലെ കൈ ഉപയോഗിച്ച് കുറച്ച് നേരം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയേ, ആ ഒരു മഷിക്കറ നല്ലതുപോലെ തന്നെ ഡിമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ആ ഒരു മഷിക്കറ പോയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ മഷിക്കറ കളയാനായിട്ട് സോപ്പോ ബ്ലീച്ചോ ബ്രഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു പാരസെറ്റമോൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും എക്സ്പയറിംഗ് ഡേറ്റ് കഴിഞ്ഞതാണ്. ബ്ലീച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ കളറ് ഡിമ്മാവും. പിന്നെ നമുക്ക് ആ ഒരു വസ്ത്രം ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നല്ലതുപോലെ കഴുകി എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മുടെ മഷിക്കറ ഇത്രയും ഡിമ്മായിട്ട് കിട്ടിയിട്ടുണ്ട്. സെയിം സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമ്മുടെ മഷിക്കറ പോകുന്നത് വരേക്കും 2 or 3 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. ഒരുപാട് പഴക്കമുള്ളതും നല്ല കട്ടിയുള്ളതുമായിട്ടുള്ള കറയാണെങ്കിൽ 3-4 പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മളിത് ആദ്യത്തേതുപോലെ തന്നെ കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാരസെറ്റമോൾ എടുത്ത് പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പാരസെറ്റമോളിൻ്റെ പൊടി എല്ലാ ഭാഗത്തും നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 5 മിനിറ്റ് വെച്ച് നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുമ്പം നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടില്ലേ, 5 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ മഷിയുടെ പാട് നല്ല പോലെ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ പാരസെറ്റമോൾ ഉപയോഗിച്ചിട്ട് ഏത് വസ്ത്രത്തിലുള്ള മഷിക്കറയെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. കുഞ്ഞുങ്ങളുടെയൊക്കെ യൂണിഫോമിലുള്ള മഷിക്കറയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നോക്കിയാൽ എത്ര നീറ്റായിട്ട് എവിടെയാണ് നമ്മുടെ മഷി പറ്റിയെന്ന് പോലും അറിയാത്ത രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതും ആ ഒരു ഭാഗത്തെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പ്രത്യേകിച്ചും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.